ദേശസ്നേഹം എന്നത് ഒരു കുറ്റവാളിയുടെ അവസാന അഭയകേന്ദ്രമാണ് എന്ന് പണ്ട് സാമുവൽ ജോൺസൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അത് അവസാനത്തേതല്ല, ആദ്യത്തെ അഭയകേന്ദ്രമായി മാറിയോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു തീരുമ്പോൾ നമ്മളിൽ വലിയൊരു ചോദ്യചിഹ്നമൊക്കെ അവശേഷിക്കാറുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണോ, അതോ ഇന്ന് രാവിലെ കണ്ട പത്രവാർത്തയുമായി ബന്ധപ്പെട്ട് വല്ലതും എഴുതിയതാണോ എന്നതുപോലെയുള്ള ചില സംശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഇന്നത്തെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ആൾക്കാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ചോദ്യത്തിലേക്ക് എന്നെയും നയിച്ചത് എന്ന് പറയട്ടെ. മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള TJS ജോർജ് 2003 പ്രസിദ്ധീകരിച്ച ദ ഫസ്റ്റ് റെഫ്യൂജി ഓഫ് സ്കൗണ്ടറൽസ് പൊളിറ്റിക്സ് ഇൻ മോഡേൺ ഇന്ത്യ എന്നൊരു പുസ്തകം. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം താളുകളിൽ കുറിച്ച രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥകളിലേക്ക് തുറന്നുവെച്ച കൃത്യമായിട്ടുള്ളൊരു കണ്ണാടിയാണത്. സ്വന്തം വീഴ്ചകൾ മറയ്ക്കാനും ചോദ്യങ്ങൾ ചെയ്യുന്ന ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുവാനും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ജനങ്ങളെ വികാരഭരിതരാക്കാനും ദേശീയത എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് തന്ത്രപരമായി ഉപയോഗിക്കുന്നത് എന്നാണ് ഈ പുസ്തകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇത് മുന്നോട്ട് വെക്കുന്ന ശക്തമായ രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ചും അത് ഇന്നത്തെ സമകാലീന സാഹചര്യങ്ങളുമായി എങ്ങനെ കൂട്ടി വായിക്കാം എന്നതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ കളിപ്പാവകളായി മാറുന്നതെന്നോ, വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രത്തിന്റെ വ്യവസ്ഥിതിക്കുള്ളിൽ ദശാബ്ദങ്ങളായി സംഭവിക്കുന്ന ആഴത്തിലുള്ള മൂല്യച്യുതിയെക്കുറിച്ചാണ് TJS ജോർജ് തന്റെ പുസ്തകത്തിൽ നിഷ്പക്ഷമായി വിചാരണ ചെയ്യുവാൻ ഉദ്ദേശിച്ചത്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ സങ്കല്പം ജനസേവനത്തിലും ധാർമ്മിക ഉത്തരവാദിത്വത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയം കേവലം ഒരു തൊഴിലോ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയോ ആയി മാറുമ്പോൾ അവിടെ ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അധികാരത്തിലെത്തുന്ന വ്യക്തികൾ മാത്രമല്ല, അധികാരം നിലനിർത്താൻ രൂപപ്പെടുത്തിയെടുക്കുന്ന വ്യവസ്ഥിതികൾ തന്നെയാണ് ഈ ഒരു മൂല്യച്യുതിക്ക് പ്രധാന കാരണം. ഭരണവീഴ്ചകളും അഴിമതി ആരോപണങ്ങളും മറച്ചുപിടിക്കാൻ ദേശീയത അല്ലെങ്കിൽ വികസനം എന്ന വാക്ക്, ആ ഒരു ജനപ്രിയ വാക്ക് ഒരു കവചമായി ഉപയോഗിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാന കാഴ്ച. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെയോ മാത്രം പ്രശ്നമായി കാണരുത്. മറിച്ച് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം കൈയാളുന്ന ഏതൊരു ഭരണകൂടവും നേരിടുന്ന സാർവത്രികമായിട്ടുള്ള ഒരു പതനം കൂടിയാണത്. ഒരു ജനാധിപത്യ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും സ്വതന്ത്ര സ്ഥാപനങ്ങളും തമ്മിലുള്ള പരസ്പര നിയന്ത്രണത്തിലൂടെയാണ്. ചെക്സ് ആൻഡ് ബാലൻസേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ സാധാരണ വിളിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം പടിപടിയായി ഇല്ലാതെയായാൽ ജനാധിപത്യത്തിന്റെ നട്ടെല്ല് തന്നെ അവിടെ വളഞ്ഞു പോകും. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർഭയമായ പ്രവർത്തനശേഷിയെ സ്വാധീനിക്കുവാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു പൗരന്റെ സുരക്ഷ അവിടെ ചോദ്യം ചെയ്യപ്പെടും. നിഷ്പക്ഷമായി നിലകൊള്ളേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം ഭരണാനുകൂല നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഭരണനിർവഹണം പക്ഷപാതപരമായി മാറും. ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഫോർത്ത് പില്ല് കേവലം ആഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉപകരണങ്ങളായി മാറുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി കൂടി ഇരട്ടത്തായി മാറും. ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ മാറി വന്നേക്കാം, എന്നാൽ അവരെ നിയന്ത്രിക്കേണ്ട സ്ഥാപനങ്ങൾ ദുർബലമായാൽ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതി തന്നെ തകരാറിലാവും എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ പ്രതിക്കൂട്ടിൽ നിർത്താതെ സംവിധാനങ്ങളുടെ ഈ ഒരു തകർച്ചയെക്കുറിച്ചുള്ള ഗുരുതരമായ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ആൽഗോരിതങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ശ്രീ ജോർജ് ഈ ഒരു പുസ്തകം രചിക്കുന്നത്. എന്നാൽ അതിൽ അദ്ദേഹം അപഗ്രഥിച്ച 3 പ്രധാനപ്പെട്ട ഘടകങ്ങളായ ദേശീയതയുടെ ദുരുപയോഗം, മാധ്യമ കോർപ്പറേറ്റ് കൂട്ടുകെട്ട്, സാമൂഹിക ധ്രുവീകരണം എന്നിവ ഇന്നത്തെ ആഗോളീയവും പ്രാദേശികവുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവണതകളുടെ കൃത്യമായിട്ടുള്ള ഭൂപടമാണ് വരച്ചു വെക്കുന്നത്. നിഷ്പക്ഷമായിട്ടുള്ള ദേശസ്നേഹവും അന്ധമായ ഹൈപ്പർ നാഷണാലിസവും തമ്മിലുള്ള വ്യത്യാസം ജോർജ് ഈ ഒരു പുസ്തകത്തിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരു ഭരണകൂടം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അതും അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പോരായ്മകൾ എന്നിവ ജനശ്രദ്ധയിൽ നിന്നും മറയ്ക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി പൊതുസമൂഹത്തിൽ ഒരു വൈകാരിക ദേശീയത സൃഷ്ടിക്കുക എന്നാണ് ഈ പുസ്തകത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ ഭരണകൂടത്തിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഏതൊരു പൗരനും സ്വയം പ്രതിരോധത്തിൽ തന്നെയായി മാറും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാജ്യത്തോടുള്ള വഞ്ചനയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് 2003 ജോർജ് ഒരു മുന്നറിയിപ്പായി നമുക്ക് നൽകിയത്. അത് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥകളിൽ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ്.
ജനാധിപത്യത്തിന്റെ ഫോർത്ത് പില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമരംഗം എങ്ങനെയാണ് നിഷ്പക്ഷതയിൽ നിന്ന് മാറി ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയായി മാറിയത് എന്നതിനെ പറ്റിയും പുസ്തകം ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പത്രപ്രവർത്തന രംഗത്തെ സ്വന്തം ദീർഘകാല അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വൻകിട കോർപ്പറേറ്റ് മൂലധനം കടന്നു വരുമ്പോൾ വാർത്തകൾക്ക് മുൻഗണന വേറെ എന്തെങ്കിലുമൊക്കെ ആവുന്നു എന്നുള്ളതാണ്. ഭരണകൂടത്തെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആഴത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് പകരം കൂടുതൽ കാഴ്ചക്കാരെയും റേറ്റിംഗിൽ ലഭിക്കുന്ന വൈകാരിക തർക്കങ്ങളും വിനോദ വാർത്തകളും പ്രൈം ടൈം ചർച്ചകളെ കീഴടക്കുകയാണ്. ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സത്യാവസ്ഥകൾ വിപണിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വഴിമാറും. അപ്പോൾ ആ ഒരു വിമർശനവും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴയ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അതിന് ആധുനിക രാഷ്ട്രീയത്തിൽ കൈവന്ന പരിഷ്കൃത രൂപത്തെക്കുറിച്ചാണ് ഈ പുസ്തകം ചില ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. പൗരന്മാരെ ഐക്യപ്പെടുത്തുന്ന നയരൂപീകരണങ്ങൾക്കൊക്കെ പകരം ജാതി മത സാമൂഹിക വിഭജനങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ വോട്ട് ബാങ്കുകൾ രൂപപ്പെടുത്തുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വികസന നയങ്ങളെക്കുറിച്ചോ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെക്കുറിച്ചോ ഉള്ള ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾക്കൊക്കെ പകരം വ്യക്തി കേന്ദ്രീകൃതവും അടിക്കടിയുള്ള വിദ്വേഷ പ്രചരണങ്ങളും രാഷ്ട്രീയത്തിന്റെ പ്രധാന ഭാഷയായി മാറുമ്പോൾ ജനാധിപത്യം എന്നതൊരു കേവലം വോട്ടിംഗ് യന്ത്രമായി ചുരുങ്ങുന്നു എന്നൊരു ആശങ്കയും ഈ പുസ്തകം നല്ല രീതിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് തൻ്റെ വിശകലനത്തിലൂടെ ഒരു പ്രത്യേക വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ മാത്രമല്ല വിചാരണ ചെയ്യുന്നത്, മറിച്ച് ജനങ്ങൾ ജാഗരൂകരാകാതിരുന്നാൽ ഏതു ഭരണ സംവിധാനവും വീണു പോകുന്ന ഈ ഒരു അപകടകരമായിട്ടുള്ള വഴിത്താരകളെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായ രീതിയിലാണ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ജനാധിപത്യത്തിന്റെ സംരക്ഷണം എന്നത് അധികാരത്തിൽ ഇരിക്കുന്നവരിലല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത പൗരന്മാരിലാണ് കുടികൊള്ളുന്നത് എന്നൊരു മെസ്സേജ് കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മളിൽ ചില അസ്വസ്ഥതകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കേവലം ഭരണാധികാരികളെ വിമർശിക്കുകയല്ല, മറിച്ച് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായ പൗര സമൂഹത്തോട് ചിലത് ചോദിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഏതൊരു രാഷ്ട്രീയ ചായ്വുകൾക്കും അതീതമായി ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില സുപ്രധാന ചോദ്യങ്ങളുണ്ട്. ദേശസ്നേഹവും ഭരണകൂട വിധേയത്വവും ഒന്നാണോ എന്നൊരു ചോദ്യം. വീഴ്ചകൾ മറയ്ക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ ദേശീയത എന്നൊരു വികാരത്തെ എങ്ങനെ കവചമാക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളെയോ ഒക്കെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തോടുള്ളൊരു വഞ്ചനയാണോ അതോ അധികാരികളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണോ ഒരു യഥാർത്ഥ പൗരൻ്റെ ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്നൊരു ചോദ്യം ചോദിക്കണം. നമ്മൾ കാണുന്നത് ശരിക്കുമുള്ള വാർത്തകളാണോ അതോ അവയൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വെറും ആഖ്യാനങ്ങൾ മാത്രമാണോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കണം. മാധ്യമങ്ങളിലെ മൂലധന സ്വാധീനത്തെക്കുറിച്ച് ജോർജ് നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ ഓർക്കുക. നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചൂടേറിയ ചർച്ചകൾ നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ തന്നെയാണോ, അതോ അവയെല്ലാം നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ചില വൈകാരിക നാടകങ്ങൾ മാത്രമാണോ? ഭയമാണോ നമ്മുടെ വോട്ടുകളെ തീരുമാനിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമൂഹിക ധ്രുവീകരണം എങ്ങനെയാണ് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുന്നതെന്ന് പുസ്തകം നല്ല രീതിയിൽ വരച്ചു കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത് മികച്ച വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നമ്മുടെ മക്കളുടെ സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി തന്നെയാണോ, അതോ വോട്ട് നേടാൻ വേണ്ടി മാത്രം നമ്മെ ഭയപ്പെടുത്തുന്ന ചില മുദ്രാവാക്യങ്ങളും വിദ്വേഷങ്ങളും കീഴ്പ്പെട്ടാണോ നമ്മളിത് ചെയ്യുന്നത് എന്നൊരു ചിന്ത കൂടി ഈ പുസ്തകം നമ്മളിൽ സമ്മാനിക്കുന്നുണ്ട്. ജനാധിപത്യം ദുർബലമാകുന്നത് പുതിയ നിയമങ്ങൾ വരുമ്പോഴല്ല, മറിച്ച് പൗരന്മാർ ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശവും ഇത് തന്നെയാണ്. പ്രതികരിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് ഈ പുസ്തകം നമ്മളെ സദാസമയം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദ ഫസ്റ്റ് റെഫ്യൂജി ഓഫ് സ്കൗണ്ടേഴ്സ്. അപ്പോൾ ഈ ഒരു പുസ്തകം 2003 രാഷ്ട്രീയ ചരിത്രം മാത്രമല്ല പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, മറിച്ച് വരും തലമുറയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ ജനാധിപത്യം കേവലം ഒരു പേര് മാത്രമായി ചുരുങ്ങിപ്പോകുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പുസ്തകം നമുക്ക് തരികയാണ്. അപ്പോൾ TJS ജോർജ് തൊട്ടു കാണിച്ച ചില സ്ഥാപനങ്ങളുടെ തകർച്ചയും മാധ്യമങ്ങളുടെ നിലപാട് മാറ്റങ്ങളും വൈകാരിക രാഷ്ട്രീയവുമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ഇത്തരം നിരീക്ഷണങ്ങളെ നിഷ്പക്ഷമായി ഉൾക്കൊള്ളുവാനും സമകാലീന സംഭവങ്ങളെ തുറന്ന കണ്ണുകളോടെ കാണുവാനും കഴിയുന്നയിടത്താണ് നമ്മുടെ ജനാധിപത്യ ബോധം നല്ല രീതിയിൽ പ്രതിഫലിക്കുക. അപ്പോൾ ഈ ഒരു പുസ്തകം മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണങ്ങളിൽ ഇന്നത്തെ സാഹചര്യവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയ വിഷയം ഏതാണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങളുടെ ചിന്തയും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കൂടി ഒപ്പം രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരം ആഴത്തിലുള്ള പുസ്തക വിശകലനങ്ങളും സമകാലീന ചിന്തകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.